ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂരും കൊച്ചിയിലും സന്ദർശനം. പാലക്കാട് സ്വദേശിയായ യുവതിക്ക് നിപ സ്ഥിരീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും ബിജെപിയും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. വയനാട് പുനരധിവാസത്തിലെ ടൌൺഷിപ്പ് പദ്ധതി ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂരിൽ 2 മണിക്കൂർ ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. പാലക്കാട് സ്വദേശിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊതുജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമൂഹിക അകലം പാലിച്ചാൽ മതിയെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. ഇപ്പോൾ ആർക്കും സിംറ്റംസ് ഇല്ല. സിംറ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ആയാൽ നമ്മളത് മെഡിക്കൽ പ്രൊസീജിയർ പ്രകാരം കൈകാര്യം ചെയ്യുന്നതാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ജില്ലയിൽ മുഴുവനും SMS പാലിച്ചാൽ മതി. ഇപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക് ആൻഡ് സാനിറ്റൈസർ. 59 പേർ ഇപ്പോൾ ഹൗസ് ക്വാറന്റൈനിലാണ്. റൂട്ട് മാപ്പ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ പബ്ലിഷ് ചെയ്യും. അവരാരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടില്ല. പോയതെല്ലാം സ്വന്തം വാഹനത്തിലാണ്. നിപയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗബാധിതർ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉള്ളവരാണ്. രോഗസ്ഥിരീകരണത്തിന് മുമ്പ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. യുവതിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 59 പേരാണ് ഉള്ളത്. നാട്ടുകൽ കിഴക്കമ്പുറം മേഖലയിലെ 3 കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. രോഗി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൌർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. മന്ത്രി വി എൻ വാസവനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു. സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ ആരോഗ്യ സംവിധാനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ആശുപത്രി സുരക്ഷാ പദ്ധതി അടുത്ത മാസത്തോടുകൂടി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മെയ് 21 ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ദുരന്ത സാധ്യതാ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആശുപത്രികളെ തരംതിരിച്ച് പരിഹാരമാർഗം തീരുമാനിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടം ദാരുണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദുരന്തത്തെ തെറ്റായ പ്രചാരണത്തിലൂടെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. പത്തനംതിട്ടയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മൈലപ്രയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ നാളെ രാവിലെ അദ്ദേഹം പങ്കെടുക്കും. കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ്. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ചെന്നൈയിലേക്ക് മടങ്ങും.
2026 ഹജ്ജ് അപേക്ഷകൾ ഒരു ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ സ്വീകരിച്ചു തുടങ്ങുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ നടന്ന ഹജ്ജ് അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അപേക്ഷകരും സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ച 120 കോടി രൂപ സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചതിനെക്കുറിച്ച് കേരള ഹൈക്കോടതി ഗവർണറിൽ നിന്ന് റിപ്പോർട്ട് തേടി. ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള ടൌൺഷിപ്പ് പദ്ധതി ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൽപ്പറ്റയിൽ ടൌൺഷിപ്പിന് നിർമ്മിക്കുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ആരംഭിക്കുമെങ്കിലും വീട് പൂർത്തിയായതിനു ശേഷമേ മറ്റ് വഴികൾ പൂർണ്ണമായും പൂർത്തിയാകൂ. അങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിലേക്കുള്ള റോഡുകൾക്കായിരിക്കും ആദ്യം പ്രാധാന്യം നൽകുക. അതോടൊപ്പം തന്നെ ഇവിടെ വേണ്ട കോമൺ ഫെസിലിറ്റീസ്, അംഗനവാടികൾ, കളിസ്ഥലം, ആശുപത്രി, മാർക്കറ്റ് തുടങ്ങിയെല്ലാം ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനവും ഇതിനൊപ്പം പോകും. പക്ഷേ 2025 ഡിസംബർ മുമ്പായി വീടുകൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. മഴക്കാലമെത്തിയാൽ ഇടുക്കി വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാകും. മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികൾ മഴക്കാലത്ത് കണ്ടിരിക്കേണ്ടതാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. സുന്ദരമായ കാന്തല്ലൂരിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ചകളിലൊന്നാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. മറയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽക്കടവിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങി കേരളത്തിന്റെ അയൽനാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്നു. വെള്ളച്ചാട്ടത്തിന് ഒത്ത കീഴിൽ നിന്ന് ഭംഗി ആസ്വദിക്കാനും കുളിക്കാനും കഴിയുമെന്നതാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അപകട സാധ്യത കുറവാണെന്നതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് സംസ്ഥാന സർക്കാർ എംപിമാരുടെ യോഗത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും യോഗം വ്യക്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗം തിരുവനന്തപുരത്താണ് ചേർന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഹൈക്കോടതി അടിയന്തര സ്റ്റേ അനുവദിച്ചില്ല. സസ്പെൻഷൻ അടിയന്തരമായി സ്റ്റേ ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും വൈസ് ചാൻസലറുടെ മറുപടി ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാകൂവെന്ന് കോടതി അറിയിച്ചു. തന്നെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് നിരീക്ഷണം. കേസ് കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി R ബിന്ദു കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തയച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 10ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം 2ാം വാല്യം പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും എന്ന പാഠഭാഗം കൂടി ഉൾപ്പെടുത്തി. പുതിയ ഉൾപ്പെടുത്തലിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗം അംഗീകാരം നൽകി. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് പുതിയ കൂട്ടിച്ചേർക്കൽ. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന അദ്ദേഹത്തെ ഡയാലിസിസ് ചികിത്സയ്ക്കും വിധേയനാക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. മൻ കി ബാത് താലൂക്ക് തല മത്സരങ്ങളുടെ 1ാം ഘട്ടം നാളെയും മറ്റന്നാളും നടക്കും. മേരാ യുവ ഭാരതാണ് മൻ കി ബാത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. താലൂക്ക് തല വിജയികൾക്ക് ഓഗസ്റ്റ് 15-ന് ന്യൂഡൽഹിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനും ചരിത്ര പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂരും കൊച്ചിയിലും സന്ദർശനം. പാലക്കാട് സ്വദേശിയായ യുവതിക്ക് നിപ സ്ഥിരീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും BJPയും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. വയനാട് പുനരധിവാസത്തിലെ ടൌൺഷിപ്പ് പദ്ധതി ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.